ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു മീൻ കറി വെച്ചുള്ള ഒരു ഊണാണേ. അപ്പോൾ എന്നും പച്ചക്കറി വെച്ചുള്ള ഊണാലോ. അപ്പോൾ ഇന്ന് മീൻ മേടിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു മീൻ കറി തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് രാവിലെ മോൻ മാർക്കറ്റിൽ പോയേ. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് മാർക്കറ്റ്, അധികം ദൂരമൊന്നുമില്ല, 5 മിനിറ്റും കൊണ്ട് പോയി വരാവുന്ന ദൂരമുള്ളേ. അപ്പോൾ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട്. വാങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ 100 രൂപയ്ക്ക് വെച്ച് 2-3 ഐറ്റംസൊക്കെ വാങ്ങുവേ. അപ്പം ഞങ്ങൾക്കത് കുറേ ദിവസത്തേക്കുണ്ടാവും. അപ്പോൾ ഇത് 125 രൂപയുടെ ചെമ്മീനാണ്. 1/2 കിലോയിൽ കൂടുതലുണ്ടാവും, നല്ല തൂക്കം ഉണ്ടാവും. നമ്മളിവിടുന്ന് വാങ്ങുമ്പോൾ ഈ മാർക്കറ്റിൽ നിന്ന് രാവിലെ ചെല്ലണേ, ഒരു 7:30-8 മണിയോട് കൂടി ചെല്ലണം. ഇനി കുറച്ച് കൊഴുവ വാങ്ങിയിട്ടുണ്ട്. ഇത്തവണത്തെ കൊഴുവ ഇത്തിരി വെട്ടിയെടുക്കാൻ പാകത്തിനുള്ളതാണ്, തീരെ ചെറുതല്ല. അല്ലെങ്കിൽ സൂചി കൊഴുവ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കൊഴുവയുണ്ട്, അതാണ് വാങ്ങിക്കൊണ്ട് വന്നെ. ഇത് അതിലും വലുതാണ്. പിന്നെ വാങ്ങിയതാണ് അയിലയുണ്ട്, ചാളയുണ്ട്. 1/2 കിലോ വെച്ച്, എല്ലാം 1/2 കിലോ വെച്ചാണേ വാങ്ങാറുള്ളൂ. അയില 2ആക്കി മുറിക്കുക. ചാള നല്ല ചാളയാണേ. 2 ചാള ഇത്തിരി വലുതുണ്ടായിരുന്നു, അത് ഇത്ര ഗുണമുള്ള ചാളയല്ലായിരുന്നു. ബാക്കിയൊക്കെ നല്ല ഉരുണ്ട ചാളയായിരുന്നേ. ഇനി ഇതെല്ലാം ഒന്ന് വെട്ടി തേച്ച് കഴുകി എടുക്കണം. അപ്പോൾ കിള്ളി പാത്രത്തിലാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കറി വെക്കുമ്പോൾ എളുപ്പമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ എല്ലാം വെട്ടി തേച്ച് കഴുകി വെക്കുവേ. അപ്പോൾ നമുക്ക് ആദ്യം ചെമ്മീൻ തന്നെ പൊളിക്കാം. ചെമ്മീനത്തിന് ചിലതിനൊക്കെ ജീവനുണ്ടാവും. എന്നുവെച്ചാൽ ജീവനോടുകൂടി വലക്കാർ കൊണ്ടുവരുന്നതാലോ ഈ പിടിച്ചിട്ട്. അപ്പോൾ അതൊക്കെ പൊളിച്ചെടുക്കാൻ ഇത്തിരി പ്രയാസമായിരിക്കും. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ പൊളിച്ചെടുക്കാം. ഞങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തേക്കുള്ള കറിക്കുണ്ട്. എന്നും മീൻ എടുക്കാറില്ല, ഇടയ്ക്കൊക്കെയാണ് മീൻ എടുക്കുകയുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ പച്ചക്കറിയാണ് എടുക്കുന്നത്. അപ്പം ഞാനിവിടെ പച്ചമുളക്, ഉള്ളി, കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മീനും എല്ലാം വെട്ടി തേച്ച് കഴുകി വെച്ചിട്ടുണ്ട്. കൊഴുവ ഇത്തവണ വെട്ടാൻ എളുപ്പമായിരുന്നേ. അങ്ങോട്ട് ഒത്തിരി സൂചി കൊഴുവയല്ലായിരുന്നു, ഒത്തിരി വലിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ചാളയും വെട്ടി വെച്ചിട്ടുണ്ട്, അയിലയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണേ. ഒരു 3 പിടുത്തം തേങ്ങ അരച്ചെടുക്കണം. ഇന്ന് തേങ്ങ അരച്ചാണ് ചാളക്കറി ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ചാളയാണ് എടുക്കുന്നത് കറി വെക്കാനായിട്ട്. അപ്പോൾ ഒരു 3 സ്പൂൺ തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി. ഇതിപ്പോൾ ടീസ്പൂണാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ ഒരു 2 വലിയ സ്പൂണിന് എടുക്കാം. 1/2 കിലോ ചാളയുണ്ടല്ലോ. ഇനി ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണേ. വെള്ളം കുറേശ്ശെ ഒഴിച്ചാൽ മതിയേ. എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേനും ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം.
ഒരു നുള്ളു കടുക് ഇട്ട് കൊടുത്താൽ മതിയേ. കടുക് നല്ലതുപോലെ പൊട്ടണം. കടുക് പൊട്ടിയില്ലെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവുമേ. കടുകൊക്കെ പൊട്ടുന്നുണ്ട്. ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, കനം കുറച്ചാണ് അരിഞ്ഞത്, അതിട്ട് കൊടുക്കണം. കടുകെല്ലാം പൊട്ടാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ. ഇതിലേക്ക് ഒരു 6-7 ചുമന്നുള്ളി, അത് ഞാൻ വെറുതെ ഇങ്ങനെ വട്ടം കണ്ടിച്ചാണ് ഇട്ടിരിക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കിടക്കണേ. ഇതങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് മുരിയണ്ട. അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണേ ഇളക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ പുക അങ്ങോട്ട് വരും. ഉള്ളിയൊക്കെ ഒരുവിധം മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ കാന്താരി മുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഇട്ട് കൊടുത്തിട്ടില്ല. അത് ഈ എണ്ണയിട്ട് ഇടുമ്പോഴത്തേനും അങ്ങോട്ട് പൊട്ടിത്തെറിക്കുവേ. അതുകൊണ്ട് അവസാനമേ ഞാൻ ഇടുന്നുള്ളൂ. ഇനി ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. മുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടട്ടെ, തേങ്ങയുടെയും മുളകിൻ്റെയൊക്കെ. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുവേ. ആ ഒരു പരുവത്തിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ തീ കൂട്ടി വെച്ച് കൊടുക്കാം. കണ്ടോ, ആ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരി തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പം മുളകും തേങ്ങയൊക്കെ ഒന്ന് നല്ലതുപോലെ മിക്സ് ആവട്ടെ. ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണേ. അപ്പം ഞാൻ 1 കപ്പ് വെള്ളം ഇപ്പം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കണേ. അപ്പം ഞാൻ അല്പം പുളി, കുടംപുളിയാണ് കഴുകി വെച്ചിരുന്നതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ. ഉപ്പ് കുറച്ചിട്ടാൽ മതി, വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഞാനിവിടെ കാന്താരി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, പൊട്ടിച്ചിട്ടൊന്നുമില്ല. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പം അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. ചാള 2ആക്കി മുറിച്ചിട്ടുണ്ട്. അപ്പം അതിൽ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. മുട്ടയൊക്കെ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. എല്ലാം പെറുക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് നല്ലതുപോലെ വേവട്ടെ. പതുക്കെ ഒന്ന് അനക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെക്കണേ. നല്ലപോലെ തിളച്ച് വറ്റട്ടെ.
അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് 2 അയില വറുത്തെടുക്കണേ. അപ്പം അത് നമുക്കൊന്ന് ചതുരത്തിലൊന്ന് ഇങ്ങനെ ചരിച്ച് ഒന്ന് മുറിച്ചെടുക്കാം. 2 അയിലയെ വറുക്കണുള്ളൂ. ബാക്കി കുറച്ച് കൊഴുവയും കൂടെ വറുക്കണേ. ഒരാൾക്ക് കൊഴുവ വറുക്കണതാണ് ഇഷ്ടം, ഒരാൾക്ക് അയില വറുക്കണതാണ്. അതുകൊണ്ട് രണ്ടും കുറേശ്ശെ എടുത്ത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അയില 2ആക്കി മുറിച്ചിട്ടുണ്ട്. ഒരല്പം കുരുമുളക് പൊടി, ഇനി ഒരല്പം മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ എരിവിന് അനുസരിച്ചിട്ട് ഇടണേ. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടാൽ മതിയേ. ഇനി നമുക്ക് കൊഴുവക്കും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മുളക് പൊടി. ഇനി ഒരല്പം കുരുമുളക് പൊടി ഇത്തിരി അധികം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തിരുമ്മിക്കൂട്ടിയെടുക്കണേ. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴത്തേനും ആ മുളക് മീനിലൊക്കെ പറ്റിപ്പിടിച്ച് നല്ലതുപോലെ ഇരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ മീനിൽ മുളക് പിടിക്കാതെ കിടക്കും ഇങ്ങനെ. അപ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ അങ്ങനെ ഉണ്ടാവില്ല. മുളകൊക്കെ നല്ലതുപോലെ മീനിൽ പറ്റിയിരിക്കുന്നുണ്ട്. ഇനി ഇതിവിടെ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴത്തേനും നമ്മുടെ ചാള വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നൊന്ന് നോക്കാം. ആ ചാളയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു മണമൊക്കെ കിട്ടുമേ. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇതിൽ ഈ സമയത്ത് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. നമ്മൾ ഉള്ളിയൊക്കെ മൂപ്പിച്ചപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ആ ചട്ടിയുടെ 2 സൈഡിലും ഒന്ന് പിടിച്ച് പതുക്കെ ഒന്ന് അങ്ങോട്ട് ചുറ്റിച്ചു കൊടുക്കണേ. ആ വെളിച്ചെണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ കറിയുടെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. അപ്പം ഞാനൊരടുപ്പത്ത് അരിയടുപ്പത്തിട്ടിട്ടുണ്ട് ചോറിന് വേണ്ടിയിട്ട്. അപ്പം നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. ആദ്യം തന്നെ നമുക്ക് അയില വറുത്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് അയില കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. അപ്പോൾ അയില നല്ലതുപോലെ മുരിച്ചെടുക്കണം. ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരു കഷ്ണം.
നല്ലപോലെ മുരിയട്ടെ കിടന്ന്. ഇടയ്ക്കൊന്ന് അനക്കിയൊക്കെ ഇട്ട് കൊടുക്കണേ. മറിച്ചിട്ട് നോക്കാം മുരിഞ്ഞിട്ടുണ്ടോയെന്ന്. മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ മുരിയട്ടെ. അപ്പോൾ നമുക്ക് മുരിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. നല്ലപോലെ മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഓരോന്ന് എടുത്തിട്ട് ആ എണ്ണയൊന്നും പിടിച്ചിരിക്കില്ല. അപ്പോൾ ആ കറിവേപ്പിലയൊക്കെ ഞാനിങ്ങോട്ട് കോരി എടുക്കുവാണ്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ കറിവേപ്പിലെല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തന്നെ കൊഴുവയും കൂടെ ഇട്ട് കൊടുക്കാം. കൊഴുവ ഞാൻ മൊത്തമായിട്ടാണ് ഇടുന്നത്. ഇത് ഇത്തിരി വലിയ പാത്രമാണ്. അപ്പോൾ മുരിഞ്ഞ് വരുമ്പോഴത്തേനും ഒന്ന് ചുങ്ങുകയും ചെയ്യും. അപ്പോൾ എല്ലാം പാകത്തിന് കിടക്കുവേ. അപ്പോൾ എല്ലാം ഒന്ന് നിരത്തിയിട്ട് കൊടുക്കണേ. ഇനി ഇതിവിടെ കിടന്ന് നല്ലതുപോലെ മുരിയട്ടെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണേ. ഒരു വശമൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനക്കിയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ. അപ്പോൾ ആ ചൂട് കൊണ്ട് നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിക്കോളൂ. ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. കണ്ടോ, അപ്പം നല്ലതുപോലെയൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. ഒന്നും പൊട്ടിപ്പോകാതെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, പൊടിഞ്ഞ് കിട്ടാതെ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ മീൻകറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.